ചന്ദ്രശേഖരൻ തന്റെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം UDF-ലേക്കില്ല എന്ന് പറയുകയാണ്. NDA-ക്കകത്ത് ചില അസ്വാരസ്യങ്ങളുണ്ട്, മീൻസ് ഈ പരിഗണിക്കുന്നില്ല കാര്യമായ രീതിയിൽ, പക്ഷേ പുതിയ അധ്യക്ഷൻ തന്നെ കേൾക്കുന്നുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കാൻ നമുക്ക്. റോഷിപാൽ ചേരുകയാണ്. റോഷിപാൽ, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഈ നിമിഷത്തിൽ പയറ്റുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വാക്കുകൾ പ്രകാരം UDF-ലേക്കില്ല എന്ന് ഉറപ്പിച്ചതുപോലെ പറയുകയാണ്. ചില അതൃപ്തികളുണ്ട്, പക്ഷെ അങ്ങനെ ചാടിപ്പോകുന്നില്ല എന്ന് പറയുന്നു. ഒരു വിലപേശൽ തന്ത്രമാണോ അദ്ദേഹം ഈ നിമിഷത്തിൽ പുറത്തെടുക്കുന്നത്? റോഷി, UDF ഇന്ന് ഏകോപന സമിതി യോഗം ചേർന്ന് അപേക്ഷ സമർപ്പിച്ച 3 പാർട്ടികൾ, അത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കാമരാജ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെയാണ് അസോസിയേറ്റ് അംഗമാക്കാനുള്ള തീരുമാനമെടുത്തത്. ഇന്ന് രാവിലെയും വിഷ്ണുപുരം ചന്ദ്രശേഖരനുമായി കോൺഗ്രസ് നേതാക്കൾ ആശയവിനിമയം നടത്തിയിരുന്നു. ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു നിലപാട് വിഷ്ണുപുരം ചന്ദ്രശേഖരന് ഉണ്ടായിരുന്നില്ല എന്നാണ് UDF നേതാക്കൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഒരുപക്ഷെ അവസാന ഘട്ടത്തിൽ ഈ വാർത്തകൾ പുറത്തു വന്നതോടെ BJP നേതൃത്വം ഇടപെട്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരനെ NDA-യിൽ തന്നെ നിർത്തിയതാകാം. അങ്ങനെ ചില നീക്കങ്ങൾ, ഗൂഢനീക്കങ്ങൾ നടന്നിട്ടുണ്ടാകുന്ന സംശയമാണ് ഇപ്പോൾ UDF-നുള്ളത്. ഏതായാലും UDF നാടൻ കെടുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഒരു ഘടകകക്ഷി അസോസിയേറ്റ് കക്ഷിയെ പ്രഖ്യാപിക്കുന്നു, നിമിഷങ്ങൾക്ക് തന്നെ ആ കക്ഷിയെ നയിക്കുന്ന നേതാക്കൾ അത് നിഷേധിക്കുന്ന സാഹചര്യം, തങ്ങൾ അപേക്ഷ നൽകിയിട്ടില്ലെന്ന്. അങ്ങനെ നേതാക്കൾ അപമാനിക്കപ്പെടുന്നു. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിക്ക് ഒരു പിഴവ് പറ്റി, തീരുമാനമെടുക്കുന്നതിൽ പിഴവ് പറ്റി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഒരു വിശദീകരണം നൽകാൻ സാധ്യതയുണ്ട്. ഏതായാലും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ UDF-ലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ചത് മാത്രമല്ല, അങ്ങനെ UDF-ലേക്ക് പോകാനുള്ള ഒരു അപേക്ഷയും താൻ നൽകിയിട്ടില്ല എന്ന കാര്യം കൂടി പറഞ്ഞതോടെയാണ് UDF നേതൃത്വം പൂർണ്ണമായും വെട്ടിലായിരിക്കുന്നത്. ഏതായാലും NDA-യിൽ താൻ അസംതൃപ്തനാണ്, തനിക്ക് വേണ്ട പരിഗണന NDA നൽകുന്നില്ല, കാമരാജ് കോൺഗ്രസിനെ ആവശ്യത്തിന് പരിഗണിക്കുന്നില്ല എന്ന പരാതി ഉയർത്തുണ്ടെങ്കിലും NDA-യിൽ താൻ തുടരും, വൈസ് ചെയർമാൻ എന്ന നിലയിൽ തന്നെ NDA-യിൽ തുടർന്ന് മുന്നോട്ട് പോകും എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നടത്തുന്നത്. ഏതായാലും കോൺഗ്രസ് നേതാക്കളൊക്കെ വലിയ അസ്വസ്ഥരാണ്. കാരണം നേതാക്കളൊക്കെ ആശയവിനിമയം പരസ്പരം നടത്തിയതാണ്. UDF-ൽ ഒരാൾ അസോസിയേറ്റ് കക്ഷിയാകണമെങ്കിൽ അപേക്ഷ നൽകി കഴിഞ്ഞാൽ ആ അപേക്ഷയിൽ ഘടകകക്ഷികളുടെ നിലപാടറിയണം, പാർട്ടി നേതൃത്വം യോഗം ചേർന്ന് തീരുമാനിക്കണം. ഒടുവിൽ ആണ് ഏകോപന സമിതിയിലേക്ക് വിഷയം ചർച്ചയ്ക്ക് വരിക, എന്നിട്ടാണത് പാസ്സാക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമ്പോഴും ഇന്ന് രാവിലെ നേതാക്കൾ ടെലിഫോണിൽ ആശയവിനിമയം നടത്തുമ്പോഴും ഇങ്ങനെ മറിച്ചൊരു അഭിപ്രായം വിഷ്ണുപുരം ചന്ദ്രശേഖരനുള്ളതായി വ്യക്തമായിരുന്നില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. ഏതായാലും UDF നേതൃത്വം നാണം കെട്ട ഒരവസ്ഥയിലേക്ക് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നിലപാടിലൂടെ എത്തുകയാണ്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. സജോ ദേവസി കൂടി ചേരുകയാണ്. സജോ, റോഷിപാൽ അവസാനം പറഞ്ഞതുപോലെ തന്നെ ഈ കോൺഗ്രസിന് ഇതൊരു നാണക്കേടായി മാറുകയാണോ? അപേക്ഷ പോലും അങ്ങനെ കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. മുതിർന്ന നേതാക്കളെ കണ്ട് ഈ അതൃപ്തിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ഒരു നടപടികളൊന്നും വാട്സപ്പിൽ പോലും അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തിട്ടില്ല. താനല്ലേ പ്രസിഡന്റ്, അപ്പൊ താനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇനി പാർട്ടിയിലെ മറ്റാരെങ്കിലും കൊടുത്തോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒരു സാധ്യതയുമില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല, താൻ അറിയാതെ എന്നാണ് പറയുന്നത്. റോഷ്നി, ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തുടർച്ചയായി ആശയവിനിമയം നടത്തി UDF-ലേക്ക് വരാനുള്ള സന്നദ്ധതയും താല്പര്യവും അറിയിച്ചു. അങ്ങനെ തുടർച്ചയായി കമ്മ്യൂണിക്കേഷൻ നടന്നു. ഇന്നും ഇത് സംബന്ധിച്ച് ആശയവിനിമയം ഉണ്ടായി. അങ്ങനെ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെയും ആ പാർട്ടിയുടെയും, കേരള കാമരാജ് കോൺഗ്രസ് എന്നാണ് ആ പാർട്ടിയുടെ പേര്, ആവശ്യം എന്ന നിലയ്ക്ക് വിഷ്ണുപുരം ചന്ദ്രശേഖരനുമായി ആശയവിനിമയം നടത്തി. അങ്ങനെ തീരുമാനം UDF ഏകോപന സമിതിയിൽ വെച്ച് അതിന് അംഗീകാരം കൊടുത്തത് പ്രഖ്യാപിച്ചു. അതിനുശേഷം കാലുമാറി യഥാർത്ഥത്തിൽ വഞ്ചനയാണ് നടന്നത് എന്നാണ് UDF നേതാക്കളുടെ പൊതുവികാരം. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹത്തോട് ഈ വിഷയത്തിലെ പ്രതികരണം ചോദിച്ചപ്പോൾ അകത്തേക്ക് കയറി അദ്ദേഹം അല്പസമയത്തിനകം പ്രതികരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനു മുൻപ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇക്കാര്യത്തിൽ അവർ UDF-നൊപ്പം വരുന്നില്ല എങ്കിൽ വരണ്ട, അക്കാര്യത്തിൽ വലിയ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇങ്ങോട്ടേക്ക് സമീപിച്ചതുകൊണ്ടാണ്, ഇങ്ങോട്ടേക്ക് ആവശ്യം ഉന്നയിച്ചതുകൊണ്ടാണ്, അത് കൃത്യമായി അത്തരം ആശയവിനിമയങ്ങൾ തുടർച്ചയായി നടത്തിയതുകൊണ്ടാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടിയെ UDF-ൽ അസോസിയേറ്റ് അംഗമാക്കിക്കൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ പ്രഖ്യാപനം UDF-നെ ആകെ കുഴപ്പത്തിലാക്കി എന്നൊരു സാഹചര്യമുണ്ട്. കാരണം മിനിറ്റുകൾക്കകം ആ പ്രഖ്യാപനം വന്നു, മിനിറ്റുകൾക്കകം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കാലുമാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. UDF കുറെ കൂടി ഈ കാര്യത്തിലൊരു ശ്രദ്ധ പുലർത്തണമായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അപ്പോഴും UDF നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞ് ഇക്കാര്യത്തിലൊരു വഞ്ചനയാണ്, ഒരു ചതിയാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യമാണ്. അത് കൃത്യമായും ഇങ്ങനെ ഒരു
റിക്വസ്റ്റ് UDF-ന്റെ മുന്നിൽ വന്നു. അത് സംബന്ധിച്ച് നിരവധി കൂടിയാലോചനകൾ വന്നു. ഏറ്റവും ഒടുവിലത്തെ സ്റ്റെപ്പാണ് UDF ഏകോപന സമിതിയിൽ വെച്ച് അതിന് അംഗീകാരം കൊടുക്കുക എന്നത്. അതും പൂർത്തിയാക്കിയതിനു ശേഷം കാലുമാറി എന്നതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. അത് ഒരു ചതിവ് അല്ലെങ്കിൽ ഒരു വഞ്ചന പറ്റി എന്നതാണ്. പക്ഷേ അതിൽ കുറെ കൂടി ശ്രദ്ധ വേണമായിരുന്നോ എന്നൊരു ചോദ്യം യഥാർത്ഥത്തിൽ ഉള്ളതാണ്. അങ്ങനെ ആ കാര്യത്തിൽ വളരെ ഒരു സർപ്രൈസ് പ്രഖ്യാപനം പോലെയാണ് യഥാർത്ഥത്തിൽ വന്നത്. വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടി UDF-ൽ അസോസിയേറ്റ് അംഗമാകും എന്ന സംബന്ധിച്ച് നേരത്തെ കാര്യമായ വാർത്തകൾ പ്രചരിച്ചിരുന്നില്ല. ഒരു സർപ്രൈസ് പോലെയാണ് അത്തരം ഒരു പ്രഖ്യാപനത്തിലേക്ക് പോയത്. അതിന് പകരം അതിൽ കുറെ കൂടി പബ്ലിക്കായ ചർച്ചകൾക്ക് വഴി തുറന്നതിന് ശേഷം ആ പ്രഖ്യാപനം മതിയായിരുന്നു എന്നതടക്കമുള്ള ചോദ്യമുണ്ട്. കാരണം നേരത്തെ CK ജാനുവിന്റെ പാർട്ടി ആയിക്കോട്ടെ, അൻവറിന്റെ പാർട്ടി ആയിക്കോട്ടെ, അവരൊക്കെ പരസ്യമായി UDF-ൽ അംഗമാകുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ UDF പ്രവേശനത്തെ സംബന്ധിച്ച് അവർ തുടർച്ചയായി അഭിപ്രായം പറഞ്ഞതാണ്. UDF-ലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് പരസ്യമായി തന്നെ പറഞ്ഞതാണ്. പക്ഷേ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ അത്തരം ഒരു സംഗതി ഉണ്ടായില്ല എന്നതൊരു പിഴവായി പോയോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും വരുന്നില്ലെങ്കിൽ വരണ്ട, പൊക്കോട്ടെ. പക്ഷേ ഇങ്ങോട്ടേക്ക് സമീപിക്കുകയും, അതായത് UDF-നെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ സമീപിക്കുകയും അതിനുശേഷം ഈ റിക്വസ്റ്റ് നൽകുകയും ഈ ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്യുകയും അത് പരിശോധിച്ച് ചർച്ച ചെയ്ത് ഒടുവിൽ തീരുമാനം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അല്ലാതെ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ അങ്ങോട്ട് പോയി സമീപിച്ച് അസോസിയേറ്റ് അംഗമാക്കാമെന്ന് പറയുകയല്ല ചെയ്തത് എന്നാണ് UDF നേതാക്കൾ ഒരു വിശദീകരണമായി പറയുന്നത്. പക്ഷേ മൊത്തത്തിൽ ഇത് UDF-നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു കുഴപ്പത്തിലാക്കുന്ന സാഹചര്യം ഉണ്ടായി. കാരണം ഒരു അസോസിയേറ്റ് അംഗത്തെ പ്രഖ്യാപിച്ച് അവർ NDA വിട്ട് UDF-ലേക്ക് വരുന്നു എന്നടക്കമുള്ള വിശദീകരണവും നൽകിയതിനു ശേഷം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഉറപ്പായി UDF-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി പോയി. പക്ഷേ നേതാക്കൾ പറയുന്നത് ഒരു ചതിയും വഞ്ചനയുമാണ് ഉണ്ടായത് എന്താണ്, വരുന്നില്ലെങ്കിൽ വരണ്ട എന്ന നിലയ്ക്കുള്ള വിശദീകരണമാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, കാര്യങ്ങൾ ആകെ കുഴപ്പമായിരിക്കുന്നു. എന്തായാലും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കാമരാജ് കോൺഗ്രസ് UDF-ലേക്ക് ഇല്ല എന്ന് പറയുന്നതോടുകൂടി തന്നെ ഇതൊരു വഞ്ചനയാണ് എന്നുള്ള തരത്തിലാണ് കോൺഗ്രസിന്റെ അനുമാനം. കാരണം രാവിലെ അതും കോൺഗ്രസിനെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് സമീപിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുകയാണ് UDF-ലേക്കില്ല, അങ്ങനെ ഒരു അപേക്ഷയും ആർക്കും കൊടുത്തിട്ടില്ല. ഈ പുതിയ BJP അധ്യക്ഷന്റെ അദ്ദേഹം എന്നെ കേൾക്കുന്നുണ്ട്, അപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയും, ഇനിയും അവിടെ തുടരാൻ തന്നെയാണ് തീരുമാനം എന്നൊക്കെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ